പലയിടത്തും ദുരിതങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കോഴിക്കോട് കാരശ്ശേരിയിൽ വീടിന് മുകളിലേക്ക് മരം വീണു. തേക്കുംകുറ്റി സ്വദേശി സരിതയുടെ വീടിന് കേടുപാടുകളുണ്ടായി. മെയിൻ സ്ലാബിന്റെ ഇത് പൊട്ടിയതാണ്, മരം വീണ. മെയിൻ സ്ലാബ് പൊട്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അഞ്ജന സുകുമാരൻ വിവരങ്ങൾ വേണ്ട. അഞ്ജന, വീട്ടുകാർക്ക് പരിക്കുകളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല ദിവിഷ്, വീട്ടുകാർക്കാർക്കും തന്നെ പരിക്കില്ല. എങ്കിൽ പോലും കനത്ത മഴയായിരുന്നു ഇന്നലെ രാത്രി മുതൽ ഉണ്ടായിരുന്നത്. ഈ മഴയിലാണ് വീടിനോട് ചേർന്ന് നിന്നിരുന്ന മരം വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും അതിന്റെ കോൺക്രീറ്റ് ഉൾപ്പെടെ പൊട്ടി വീഴുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഭാഗ്യം കൊണ്ടാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. വീടിന് മറ്റ് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. കോൺക്രീറ്റ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. കാരശ്ശേരി സ്വദേശിയായ സരിതയുടെ വീട്ടിലേക്കാണ് ഇത്തരത്തിൽ മരം വീണ് അപകടമുണ്ടായിരിക്കുന്നത്. ഏതായാലും ജില്ലയിൽ വ്യാപകമായി ഇപ്പോൾ മഴ ലഭിക്കുകയാണ്. നഗരപ്രദേശങ്ങളിൽ ഉച്ചയോടുകൂടെ മഴ ഒന്ന് മാറി നിന്നിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. തീരദേശ മേഖലയിലും അത്തരത്തിൽ തന്നെയാണ്. ശക്തമായി തന്നെ മഴ പെയ്യുകയായിരുന്നു. ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത്. ഇതിൽ രാത്രിയിലൊക്കെ തന്നെയും ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവുകയും റോഡുകളൊക്കെ തന്നെയും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെയും വെള്ളത്തിനടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ബാലുശ്ശേരിയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. മണ്ണും ചെളിയും ഈ മരത്തിന്റെ കമ്പുകളും ഒക്കെ വീണ് റോഡിന്റെ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ച നിലയിലായിരുന്നു. മറ്റ് ആളുകളൊക്കെ ഫയർഫോഴ്സ് ഉൾപ്പെടെ അവിടേക്ക് എത്തി ഈ റോഡിൽ നിന്നുള്ള ഈ മണ്ണും ചെളിയും ഒക്കെ നീക്കം ചെയ്യുന്ന പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിറ്റാച്ചിയൊക്കെ എത്തിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനം അവിടെ നടത്തുന്നത്. ഏതാണ്ട് വേഗത്തിൽ തന്നെ അവിടെ ആ റോഡ് വീണ്ടും സഞ്ചാരയോഗ്യമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ താമരശ്ശേരി മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈങ്ങാപ്പുഴ മേഖലയിലൊക്കെ വെള്ളം കയറുകയും ദേശീയപാതയിലേക്ക് വെള്ളം കയറുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അവിടെ വിവിധ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. മാവൂർ പ്രദേശത്തെ താഴ്ന്ന മേഖലയിലൊക്കെ തന്നെയും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഏതായാലും മഴ ഇപ്പോഴും ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടവിട്ടുള്ളൊരു മഴയാണ് ജില്ലയിൽ ഏതായാലും ലഭിക്കുന്നത്. റെഡ് അലേർട്ടാണുള്ളത്. വിലങ്ങാട് ഭാഗത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. വിലങ്ങാട് പുഴയിൽ ഉൾപ്പെടെ ക്രമാതീതമായ അളവിൽ വെള്ളം വർദ്ധിക്കുകയും ഇവിടെ നിന്ന് 32 കുടുംബങ്ങളെ തൊട്ടടുത്തുള്ള പാരിഷ് ഹാളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാത്രികാലങ്ങളിലൊക്കെ കോഴിക്കോടും പലയിടങ്ങളിലും ഈ മഴക്കെടുതി തന്നെയാണ്. അതിന്റെ ദുരിതങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.